ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വേവ് ഇക്വേഷൻ്റെ സൊല്യൂഷനാണ്. പ്രോബ്ലംസ് സൊല്യൂഷൻ ഓഫ് എ വേവ് ഇക്വേഷൻ. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ക്വസ്റ്റ്യനിൽ ഇനീഷ്യൽ വെലോസിറ്റി, ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റ്, ഈ രണ്ട് കാര്യങ്ങളാണ് തരിക. അപ്പോൾ ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റ് തരേണ്ടത് എഫ് ഓഫ് എക്സ് ആണ്, എ എൻ കണ്ടുപിടിക്കാനായിട്ടുള്ളതാണ്. അതേപോലെ ഇനീഷ്യൽ വെലോസിറ്റി തരുന്നത് ജി ഓഫ് എക്സ് ആണ്, അത് ബി എൻ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എ എൻ്റെയും ബി എൻ്റെ ഒക്കെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പ്രൂഫിൽ എഴുതി വെച്ചിട്ടുണ്ട്. 2/L ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എ എന്നും അതേപോലെ തന്നെ 2/n/c ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി 0 to L ബി എന്നും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് തരുന്നത്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമുക്കിപ്പോൾ എ എൻ മാത്രമാണ്, ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റ് മാത്രമാണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മളവിടെ ഇനീഷ്യൽ വെലോസിറ്റി 0 ആയിട്ടാണ് എടുക്കുന്നത്. അതുപോലെ ഇനീഷ്യൽ വെലോസിറ്റി മാത്രമാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആയിട്ട് എടുക്കും. 0 ആണെങ്കിൽ എഫ് ഓഫ് എക്സ് 0 ആണെങ്കിൽ എ എൻ 0 ആയിരിക്കും ഓട്ടോമാറ്റിക്കലി. അതേപോലെ ജി ഓഫ് എക്സ് 0 ആണെങ്കിൽ ബി എൻ 0 ആയിരിക്കും. ഇപ്പോൾ ചില പ്രോബ്ലത്തിൽ എ എന്നും ബി എന്നും കണ്ടുപിടിക്കേണ്ടി വരും, അതായത് ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റും ഇനീഷ്യൽ വെലോസിറ്റിയും തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ പ്രോബ്ലത്തിൽ അത് രണ്ടും കണ്ടുപിടിക്കുക. നമുക്ക് 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ കുറേ സ്റ്റെപ്സ് കോമൺ സ്റ്റെപ്സ് തന്നെയാണ് എല്ലാ പ്രോബ്ലത്തിലും. ലാസ്റ്റ് സ്റ്റെപ്പുകൾ മാത്രമാണ് പ്രോബ്ലം അനുസരിച്ച് മാറുള്ളൂ. അതേപോലെ തന്നെ ശ്രദ്ധിക്കും, ഹീറ്റിലായാലും ഇതേപോലെ തന്നെ. ഹീറ്റിൽ പിന്നെ ഒരു ബി എൻ എന്ന് പറഞ്ഞ വാല്യൂ ഇല്ല, അവിടെ ഇനീഷ്യൽ ടെമ്പറേച്ചർ മാത്രമേ ഉള്ളൂ, എ എൻ മാത്രമേ, എഫ് ഓഫ് എക്സ് മാത്രമേ ഉള്ളൂ അവിടെ. പിന്നെ അതേപോലെ നമ്മൾ നോക്കേണ്ടത്, നിങ്ങൾക്ക് തരുന്നത് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് ആണ് എങ്കിൽ നമ്മൾ ഇൻ്റഗ്രേഷനിലേക്കൊന്നും പോകുന്നില്ല, നേരെ കമ്പയർ ചെയ്ത് ആൻസർ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ പോളിനോമിയൽ ഫങ്ഷൻസ് ആണ് തരുന്നതെങ്കിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് എന്താണെന്ന് നോക്കുന്നത്, ഈസ് ഇനീഷ്യലി ഇൻ എ പൊസിഷൻ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ്, പൊസിഷൻ ചേഞ്ച് ചെയ്തതിനല്ലേ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനീഷ്യലി ഇൻ എ പൊസിഷൻ എന്ന് പറയുന്നത് ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് അവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ആണ്, വേറെ ഒന്നും തന്നിട്ടില്ല. അപ്പോൾ ജി ഓഫ് എക്സ് 0 ആണ്. പിന്നെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് വൈ ഓഫ് എക്സ് ടി. ക്വസ്റ്റ്യൻ നിങ്ങൾ വായിക്കാൻ ഞാൻ കൂടുതലായിട്ട് വായിക്കേണ്ട ആവശ്യമില്ല, അവിടെ ആകെ നോക്കേണ്ടത് ലെങ്ത്ത് 0 to L. അപ്പോൾ 0 മുതൽ L വരെയുള്ള ലെങ്ത്ത് എന്ന് പറയുന്നത് L ആണ്. ഇനി എഫ് ഓഫ് എക്സ് തന്നുണ്ടോ ജി ഓഫ് എക്സ് തന്നുണ്ടോ, ഇത്രയാണ് നമ്മൾ ക്വസ്റ്റ്യൻ എന്ന് മനസ്സിലാക്കാനുള്ളൂ. ഓക്കെ, നമ്മൾ കോമൺ സ്റ്റെപ്സ് തന്നെയാണ് ആദ്യം എഴുതുന്നത്. 1 ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ, ബൗണ്ടറി കണ്ടീഷൻസ്, ഇനീഷ്യൽ കണ്ടീഷൻ എഫ് ഓഫ് എക്സ് തന്നിരിക്കുന്നത് അവിടെ എഫ് ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് എഴുതുക. ജി ഓഫ് എക്സ് അവിടെ തന്നിട്ടില്ല, ഇനീഷ്യൽ വെലോസിറ്റിയുടെ കാര്യം പറഞ്ഞിട്ടില്ല, അതുകൊണ്ടത് 0 ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇനി നമ്മൾ സാധാരണ പോലെ കുറച്ച് സ്റ്റെപ്സ് നമ്മൾ കോമൺ ആയിട്ട് എഴുതുന്ന സ്റ്റെപ്സാണ്. വൈ ഓഫ് എക്സ് ടി എന്ന് പറയുന്ന സൊല്യൂഷൻ എന്താണ് വരുന്നത്, C1 cos പി എക്സ് പ്ലസ് C2 sin പി എക്സ് ഇൻറ്റു C3 cos സി പി ടി പ്ലസ് C4 sin സി പി ടി. അതിൽ ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് പ്രോബ്ലത്തിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, C1 = 0 കിട്ടും. അതേപോലെ സെക്കൻഡ് ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ P = n/L എന്ന് കിട്ടും. അത് രണ്ടും വീണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതുക, സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുക. ദെൻ ഇനീഷ്യൽ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുമ്പോൾ എ എൻ്റെയും ബി എൻ്റെയും ഇക്വേഷൻസ് കിട്ടും. അത്രയും സ്റ്റെപ്സ് നിങ്ങൾ എഴുതണം. ഞാൻ അവിടെ ജസ്റ്റ് എക്സിട്രേറ്റ് വെച്ചിട്ടേ ഉള്ളൂ, അത് നിങ്ങൾ ഫില്ലപ്പ് ചെയ്യേണ്ടതാണ്. ഓക്കെ, അതിന് ശേഷം നമ്മൾ പ്രോബ്ലത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇവിടെ ബി എൻ ഇല്ല, ജി ഓഫ് എക്സ് 0 ആയതുകൊണ്ട് ബി എൻ ഇല്ല. നമ്മുടെ വൈ ഓഫ് എക്സ് ടി എന്ന് പറയുന്നത് സിഗ്മ n = 1 to ഇൻഫിനിറ്റി എ എൻ സൈൻ n/x/L കോസ് n/c/t/L. ഓക്കെ, ഇനി നമ്മൾ വൈ ഓഫ് എക്സ് 0 കണ്ടുപിടിക്കുകയാണ് അവിടെ. അപ്പോൾ നോക്കുക, ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ ഡയറക്റ്റ് ടിക്ക് 0 കൊടുത്താൽ മതി. ഇനീഷ്യൽ വെലോസിറ്റി ആണ് തന്നിരിക്കുന്നതെങ്കിൽ വൈ ടി ഡെറിവേറ്റീവ് കണ്ടിട്ട് വേണം ടിക്ക് 0 കൊടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളവിടെ എക്സിന് 0 കൊടുക്കുമ്പോൾ നിങ്ങൾ എന്ത് കിട്ടും, കോസ് 0 എന്നുള്ള ടൈം വരും. കോസ് 0 കാരണം എക്സിനല്ല ടിക്കാണ് 0 കൊടുക്കുക. ടിക്ക് 0 കൊടുക്കുമ്പോൾ ഫസ്റ്റ് ടൈമിൽ എ എൻ ചേഞ്ച് വരുന്നില്ല, സൈൻ n/x. ടി വരുന്നത് ആകെ കോസിൽ മാത്രമാണ്. അപ്പോൾ കോസ് 0 എന്ന് പറയുന്നത് 1 വരും, ബാക്കിയുള്ള ടൈംസ് നിങ്ങൾക്ക് കിട്ടും. അതേപോലെ നമ്മുടെ ഫസ്റ്റ് ഇനീഷ്യൽ കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നതും എന്തിനാണ്, വൈ ഓഫ് എക്സ് 0 എന്ന് പറയുന്നതാണ് ഈ റൈറ്റ് സൈഡ് എഴുതിയിരിക്കുന്നത്. ഇവിടെ നിന്നും നിങ്ങൾക്ക് ഒരു വൈ ഓഫ് എക്സ് 0 കിട്ടും, ഇനീഷ്യൽ കണ്ടീഷനിൽ നിന്നും ഒരു എക്സ് 0 കിട്ടും, വൈ ഓഫ് എക്സ് 0. ഇനി അത് തമ്മിൽ കമ്പയർ ചെയ്യാണ് ചെയ്യുന്നത്. കമ്പയർ ചെയ്യുന്നതിന് മുന്നേ വാല്യൂ കൊടുക്കുകയാണ്, n1 2 3 അങ്ങനെ എക്സെട്ര കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഏതുവരെ കൊടുക്കണം എന്ന് നോക്കേണ്ടത് ഇവിടെ
സൈൻ 1πx വരുന്നുള്ളൂ. അപ്പോൾ 1 കൊടുക്കണം. 2πx 2 കൊടുക്കണം. ബാക്കിയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, ബാക്കിയൊക്കെ 0 ആയിരിക്കും. ഇനിയിപ്പോൾ ഒരു 5πx വരെ ഉണ്ടെങ്കിൽ നിങ്ങൾ 5 വരെ കൊടുക്കണം. അങ്ങനെ അപ്പോൾ നമ്മൾ A1 കൊടുത്തു, എക്സ്പെൻഡ് ചെയ്ത് എഴുതി, A2 കൊടുത്ത് എക്സ്പെൻഡ് ചെയ്ത് എഴുതിയാൽ മതി, പ്ലസ് എക്സിട്ര. ബാക്കിയുള്ളത് ആവശ്യമില്ല. റൈറ്റ് സൈഡ് അതേപോലെ എഴുതി. ഇനി സൈൻ πx/L വരുന്ന 2 ടേംസ് റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ ഫസ്റ്റ് ടേംസ് നിങ്ങൾ എടുത്ത് എഴുതി. ക്യാൻസൽ ചെയ്ത് പോയതിന് ശേഷം A1 = K എന്ന് കിട്ടി. അതേപോലെ തന്നെ റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ സെക്കൻഡ് ടേംസ് നിങ്ങൾ എടുക്കുമ്പോൾ, അതായത് 2πx വരുന്ന ടേംസ് എടുക്കുമ്പോൾ ഫസ്റ്റ് ടൈം സെക്കൻഡ് ടൈം എന്നല്ല നോക്കുന്നത്, 1πx വരുന്നത് എടുക്കുക, 2πx വരുന്നത് എടുക്കുക, അങ്ങനെ. A2 = -K എന്ന് കിട്ടി. ബാക്കി ടൈംസ് ഒന്നും റൈറ്റ് സൈഡിൽ വരാത്ത കാരണം A3 A4 ബാക്കി എല്ലാ വാല്യൂസും 0 ആയിരിക്കും. നമുക്ക് A1 A2 A3യുടെ വാല്യൂസൊക്കെ കിട്ടിക്കഴിഞ്ഞു. ഇനി വീണ്ടും നമ്മൾ y(xt) എന്താണെന്നുള്ളത് എടുത്തെഴുതുക, അത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക, സമ്മേഷൻ മാറ്റി എഴുതുക. സമ്മേഷൻ മാറ്റി എഴുതുക എന്ന് പറഞ്ഞാൽ n-ന് 1 കൊടുക്കുക, 2 കൊടുക്കുക, 3 കൊടുക്കുക, അങ്ങനെ. പക്ഷെ ഇവിടെ A1ഉം A2 മാത്രമേ വാല്യൂ ഉള്ളൂ, ബാക്കിയൊക്കെ 0 ആണ്. അതുകൊണ്ട് നിങ്ങൾ 1നും 2നും മാത്രം കൊടുത്താൽ മതി, ബാക്കിയൊക്കെ എക്സിട്ര ഇട്ടുക. A1 A2ൻ്റെ വാല്യൂസ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതായിരിക്കും നിങ്ങളുടെ വേവ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസാണ്, 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ ഞാൻ അവിടെ നോക്കേണ്ടത് ഞാൻ ജസ്റ്റ് എക്സിട്ര ഇട്ടിരുന്നു. അപ്പോൾ ഫസ്റ്റ് പ്രോബ്ലത്തിൽ ഞാൻ ആ സ്റ്റെപ്സ് പറഞ്ഞിട്ടുണ്ട്. ആ സ്റ്റെപ്സ് നിങ്ങൾ എല്ലാ പ്രോബ്ലത്തിലും എഴുതേണ്ടതാണ്. ഓക്കെ.